നമസ്കാരം സുരേഷ് സർ. നമസ്കാരം. സർ, ഈ വോക്ക് കൾച്ചറിനെതിരെ വലിയൊരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതുമാത്രമല്ല, അവിടെ ജൂതവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്നു, ഹമസിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നു, പ്രകടനങ്ങൾ നടത്തുന്നു, അങ്ങനെയുള്ളവരെയൊക്കെ വിസ ക്യാൻസൽ ചെയ്ത് കയറ്റിവിടുന്നുണ്ട്. അതിൽ മലയാളി വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ മലയാളി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അന്യരാജ്യങ്ങളിൽ പോയി ഒരുപക്ഷെ ഒരു സോഷ്യൽ ആക്ടിവിസത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നത് ഇനിയും സൂക്ഷിക്കണമോ? മാത്രമല്ല, എന്താണ് ഈ വോക്ക് കൾച്ചർ? സാധാരണക്കാർക്ക് ഒരുപക്ഷെ മനസ്സിലാവാത്തൊരു പ്രയോഗമാണ്. സർ, ഒന്ന് വിശദീകരിക്കാം. ഇത് നമ്മളെ വോക്ക് കൾച്ചർ എന്നൊരു ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ജവഹർലാൽ യൂണിവേഴ്സിറ്റി നോക്കിയാൽ മതി, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, പിന്നെ ജാദവ്പൂർ യൂണിവേഴ്സിറ്റി, പിന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു യൂണിവേഴ്സിറ്റിയിലൊരു ഈ പറഞ്ഞ മാതിരി എങ്ങോ നടന്ന ഒരു ഇൻസിഡൻറ്റ് എടുത്തിട്ട് അതിനെ ബ്രസീലിലെ റെയിൻ ഫോറസ്റ്റ് കത്തിപ്പോയി എന്നിട്ട് എവിടെ കിടന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യും. എനിക്ക് മനസ്സിലാവില്ല അതിൻ്റെ കണക്ഷൻ എന്താണ്. ബ്രസീലിലെ റെയിൻ ഫോറസ്റ്റ് കത്തിയാൽ നമുക്കെന്ത് പറ്റിയോ? പരിസ്ഥിതി ഇതാണെന്നിട്ട് ഇവിടെ ഓരോ പ്രൊട്ടസ്റ്റ്. വോക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു തരം എന്താ പറയുക, ഒരു ലോജിക്ക് ഇല്ലാത്ത കൾച്ചറാണ്. പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുക. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, പണ്ടൊരു മലയാള സിനിമയുണ്ടായിരുന്നു സന്ദേശം എന്നുണ്ട്. അതിൽ കാലത്ത് ഒരു പയ്യൻ എനിക്ക് പല്ല് തേക്കുമ്പോൾ അവൻ്റെ എനിക്കാണ് മുത്തശ്ശനും അച്ഛനും ചോദിക്കുമ്പോൾ തിലകനൊക്കെയുള്ള സിനിമയാണ്, ശ്രീനിവാസനും ജയറാമും. സന്ദേശം അതിൽ ചോദിക്കും, സന്ദേശത്തിൽ അവിടെ ഇന്ന് നിങ്ങൾക്ക് സ്കൂളില്ലെന്ന് ചോദിക്കും. അവൻ അങ്ങനെയല്ല ആദ്യം ചോദിക്കും. അവൻ ചോദിക്കും ഇന്ന് സമരം എന്തോ ഇല്ലയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ അതാണ് ആദ്യം സമരം, ഹർത്താൽ, പണിമുടക്കൽ, ഇതൊക്കെയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള കലാപരിപാടികൾ. ഈ വോക്ക് കൾച്ചറിൻ്റെ പാർട്ടായിട്ട് ഇങ്ങനത്തെ ഓരോ അൺസയൻറ്റിഫിക് ആയിട്ടുള്ളതും, ഏതോ ഒരു നാട്ടിൽ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നപ്പോൾ നമ്മുടെ അവിടെ ബന്ദ് ആചരിച്ചതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കൾച്ചർ. ഇനി അത് നടക്കില്ല. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇത് US മാത്രമേ ഉണ്ടാവുള്ളൂ. US എംബസി കയറാൻ പറ്റില്ല, കൺസുലേറ്റിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. നിങ്ങളുടെ പേര് പോലും അവർ നിങ്ങളുടെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഞാൻ ഒരു പ്രോസസ്സായിട്ട് പറഞ്ഞുകൊണ്ട് വരികയാണ്. വിസ ആപ്ലിക്കേഷൻ്റെ സമയത്തുള്ള പ്രോബ്ലമാണ്. പിന്നെ അവിടെയുള്ള സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ കണ്ട ഒരു ലേഡി ശ്രീനിവാസൻ, അവരെ സെൽഫ് ഡിപ്പോർട്ട് ചെയ്യിപ്പിച്ചു. പിന്നെ ഒരു ഇന്ത്യൻ പൗരനെ അവിടെ അറസ്റ്റ് ചെയ്ത് ഐസ് ലോക്കപ്പിൽ കിടപ്പുണ്ട്. ഡിപ്പോർട്ട് ചെയ്യണോ വേണ്ടതെന്നുള്ള അവിടെ കോടതിയിൽ അടി നടന്നിട്ടിരിക്കുകയാണ്. സൂറി. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇവരൊക്കെ തിരിച്ചു പറഞ്ഞയക്കുന്നതിന് ഒരു ലോജിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ഫ്രണ്ട് പേജ് ആർട്ടിക്കിൾ. ഇന്ത്യൻ സ്റ്റുഡൻസ്, അവിടെയുള്ള ഇന്ത്യൻ സ്റ്റുഡൻസ് പാനിക് ചെയ്യാണ്. ബിക്കോസ് ഇവരൊക്കെ വലിയ സിന്ദാബാദ് വിളിച്ച്, ഹമാസിനെ സിന്ദാബാദ് വിളിച്ച് നടന്ന ആൾക്കാർക്ക് ഇപ്പോൾ US ഗവൺമെൻറ് അവരെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് അവർ അന്ന് തന്നെ അവിടുത്തെ പറഞ്ഞു വിടുകയാണ്, വേണ്ട, നിങ്ങളവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം ഒന്ന്, നിങ്ങൾ ചിലവാക്കിയ കാശ് മൊത്തം പോയി. നിങ്ങളുടെ അമ്മ അച്ഛനും കഷ്ടപ്പെട്ട് സ്ഥലം വിറ്റോ വീട് വിറ്റോ ലോൺ എടുത്ത് ആഭരണങ്ങൾ ലോണിനെടുത്ത് വെച്ച് അങ്ങനെ പറഞ്ഞയച്ച ആൾക്കാർ അവിടെ പോയി പഠിക്കാണ്ട് ഇങ്ങനത്തെ ഓരോ പരിപാടികളിൽ കയറി ഇറങ്ങി പാലസ്റ്റൈൻ സിന്ദാബാദും ഹമാസ് സിന്ദാബാദും സേവ് റഫ, സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞ് നടന്ന പാർട്ടികൾക്ക് ഇനി അങ്ങോട്ട് വിസ കിട്ടില്ല. ഇതിൽ നമ്മുടെ ഫിലിം സ്റ്റാർസ് ഉൾപ്പെടും കേട്ടോ. നമ്മുടെ സിനിമാ താരങ്ങൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഈവൻ അവരുടെ വിസ ഇപ്പോൾ റീകൺസിഡർ ചെയ്യാണ് US. ഇവരൊക്കെ സേവ് റഫ എന്നൊക്കെ പറഞ്ഞ് ട്വീറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇനി വിസ കിട്ടില്ല അങ്ങോട്ട് പോകാൻ. അമേരിക്ക വളരെ ക്ലിയർ ആണ്, അണ്ടർ ട്രംപ് അറ്റ്ലീസ്റ്റ്. ഇനി ട്രംപിന് 3-4 കൊല്ലം ഉണ്ടല്ലോ ട്രംപിന് ഇനി. അപ്പോൾ ഈ 4 കൊല്ലത്ത് ട്രംപ് ചെയ്യാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് ആരും വരണ്ട, ഞങ്ങളുടെ ഇങ്ങോട്ട് ആരും കയറി വരണ്ട. നിങ്ങൾക്ക് റഫ സേവ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഗാസ സേവ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ ചെയ്തോളാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടുന്ന് പോണ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോണ കുട്ടികൾ, അപ്പോൾ എനിക്ക് ഹൈദരാബാദ് കൺസുലേറ്റിനെ പറ്റി പറയാൻ പറ്റും. ഞങ്ങൾ ഇന്നലെ അതിനെപ്പറ്റി വലിയൊരു സെമിനാർ ഉണ്ടായിരുന്നു ഹൈദരാബാദിൽ. അതിൽ ഞാനൊരു പാനൽ ഡിസ്കഷനിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എക്സ്പേർട്സും പറയുന്നത് അതാണ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അഡ്വൈസർ വന്നിരുന്നു, അദ്ദേഹമായിരുന്നു ചീഫ് ഗസ്റ്റ്. അവരും പറയുന്നത് വളരെ ക്ലിയർ ആണ്, നിങ്ങൾ പഠിക്കാനാണ് വരുന്നത് അവിടെ, അല്ലാണ്ട് അവിടെ വന്ന് സമരം ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ വന്ന് ജാഥ എടുക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി പാലസ്റ്റൈനും ഗാസയും സിന്ദാബാദ് പിടിക്കാനല്ല. ഇത് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളത് ഹൈദരാബാദിലാണ്. ഞങ്ങൾക്ക് ഇവിടെ ഈ ഇങ്ങനത്തെ ഒരു പ്രൊട്ടസ്റ്റും ക്യാമ്പസിൽ അടിപിടിയൊന്നുമില്ല. ഉസ്മാനിയയിൽ ഇൻഫാക്ട് കഴിഞ്ഞ ആഴ്ച ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഒരു തരം സമരമോ ഒരു തരം ജാതിയോ ഒരു തരം പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ക്യാമ്പസിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ഓർഡർ ഇഷ്യൂ. ആലോചിച്ച് ഇതെങ്ങനെ നമ്മുടെ നാട്ടിൽ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ പരിസ്ഥിതി. പറയുമ്പോൾ ഉസ്മാനിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. ബിക്കോസ് ഒരു കാലത്ത് എനിക്ക് ഓർമ്മ, ഞാനവിടെ പഠിക്കുമ്പോൾ PDSU, RSU ഇതൊക്കെ നെക്സലൈറ്റ് ഔട്ട്ഫിറ്റുകളായിരുന്നു. അന്ന് ABVP കയറി വരുന്നതായിരുന്നു.
പിന്നെ അവിടെ KSU ഒന്നും അധികം അവർക്കൊന്നും അധികം ഹോൾഡ് അവിടെ ഇല്ല, SFIക്ക് അധികം ഹോൾഡ് ഇല്ല അവിടെ. അപ്പോൾ ഈ ഇങ്ങനത്തെ ഓരോ പാർട്ടികൾ അവിടെ നടന്ന ക്യാമ്പസിലാണ് ഇപ്പോൾ പറയുന്നത് ഒറ്റ പ്രൊട്ടസ്റ്റ് ഞങ്ങൾ അലോ ചെയ്യില്ല, ആരെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്താൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ അവിടെ നിന്ന് പഠിച്ചു പോണ കുട്ടികളെ ഓർമ്മിക്കാൻ നിങ്ങളുടെ സ്കൂൾ തൊട്ടുള്ള നിങ്ങളുടെ റെക്കോർഡ് ചെക്ക് ചെയ്യും. ഇനി നിങ്ങൾ വിചാരിക്കും ഇത് മാത്രം ഇനി US അല്ല, ഇത് ജർമ്മനിയിലും ഇറ്റലിയിലും ഹംഗറിയിലും പോളണ്ടിലും ഫ്രാൻസിലും ഈവൻ UK-ലേക്കും ഇത് പ്രാപിക്കാൻ പോവാണ്. നിങ്ങൾ എവിടെ പഠിക്കാൻ പോയാലും, മേ ബി കാനഡ ഒരു എക്സെപ്ഷനാണ്, പക്ഷെ കാനഡയും ഇതേ മോഡിലേക്ക് വരും. അവിടുത്തെ പുതിയ സർക്കാർ വന്നു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സർക്കാരല്ല, ഇലക്ഷൻ കഴിഞ്ഞ് വരാൻ പോകുന്ന റൈറ്റ് വിങ് സർക്കാർ വന്നു കഴിഞ്ഞാൽ അവരും ഇതേ പോളിസി എടുക്കാൻ പോകും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൽബനസി, അദ്ദേഹം ഒരു മാസമായിട്ട്, ഒന്നര മാസം 2 മാസമായിട്ട് ട്രംപിനെ കാണാൻ വേണ്ടിയിട്ട് ഡെസ്പറേറ്റ് ആയിട്ട് അപ്പോയിൻമെന്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല ട്രംപ്. 6 പ്രാവശ്യം ട്രംപിനെ വിളിച്ചു, ട്രംപ് എടുത്തില്ല. എന്താ കാരണം? നിങ്ങളും നിങ്ങളുടെ ഇമിഗ്രേഷൻ പോളിസി ടൈറ്റ് ചെയ്യും. ഇത് JD വാൻസും പറയുന്നുണ്ട്, യൂറോപ്പ് പൊളിഞ്ഞ് പാളിസാവാൻ കയറാൻ പോകുന്നത് ഈ ഇമിഗ്രേഷൻ പോളിസിയാണ്. നിങ്ങൾ ആരെ വേണമെങ്കിൽ കയറ്റിയെടുക്കും, ആർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, എവിടെ വേണമെങ്കിൽ ജാഥ എടുക്കാം, റോട്ടിൽ വേണമെങ്കിൽ നമാസ് വായിക്കാം, ഇതൊക്കെ ഉണ്ട് ഇവർക്ക് അവിടെ. അപ്പൊ ഈ സൗദി അറേബ്യയിൽ അലൗ ചെയ്യാത്ത പരിപാടികളാണ് ഇവർ UK-ൽ വന്ന് ചെയ്യുന്നത്. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് വളരെ ക്ലിയർ ആണ് ഈ കാര്യത്തിൽ. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പറയുന്നത് ഈ ആന്ധ്രയും തെലങ്കാനയും എന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇങ്ങോട്ട് പോകുന്നത്, US-ലേക്ക് പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അവർ പഠിക്കാനല്ല പോകണേ ആക്ച്വലി, അതിലൊരു 10% ശരിക്കും പഠിക്കാൻ പോകുന്നത്. ബാക്കിയുള്ളവർ അവരെങ്ങനെയെങ്കിലും കയറി കൂടി. ഞാൻ ഇന്നത്തെ സെമിനാറിൽ പറയുകയും ചെയ്തു, ഈ സെക്കൻഡ് റേറ്റ് ആൻഡ് തേർഡ് റേറ്റ് യൂണിവേഴ്സിറ്റീസ്, നമ്മൾ പേര് പോലും കേൾക്കാത്ത യൂണിവേഴ്സിറ്റികളുണ്ട് അവിടെ. ഇപ്പോൾ ഒരു കോർണൽ ആയാലും, ഒരു ഹാർവേഡ് ആയാലും, UPenn ആയാലും, കൊളംബിയ, ഇങ്ങനെ മാസച്യൂസെറ്റ്സ്, MIT, ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ വളരെ ഈ പറഞ്ഞ ഒരു ഐവി ലീഗ് കോളേജസ് ആണ് ഇവരൊക്കെ. പക്ഷെ ഈ ഐവി ലീഗ് കോളേജുമായി തന്നെ അവിടെ ഇതേ കണക്കിന് 100-200 പേര് കേൾക്കാത്ത കോളേജുകളുണ്ട്. അവിടെയാണ് ഇവരൊക്കെ അഡ്മിഷൻ പിടിച്ചു കയറുന്നത്. അവിടെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ പാസ്സാക്കി വിടും. നിങ്ങൾക്ക് അറ്റൻഡൻസിന്റെ ആവശ്യമൊന്നും അങ്ങനെ എന്തൊരു പരിപാടിയല്ല, കാശ് കൊടുത്താൽ മതി, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും, അത് കഴിയുമ്പോൾ ഇവർ OPT, ഓപ്റ്റിക്കൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പർപ്പസിൽ, അത് എസ്പെഷ്യലി STEM കോഴ്സസിന് കൊടുക്കുന്ന ഒരു പ്രിവിലേജാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ്, നിങ്ങൾ പഠിച്ചു വന്നതിൻ്റെ ഒരു എക്സ്ട്രാ നോളജ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാൻ പറ്റും, പുറത്ത് പോയി വർക്ക് ചെയ്ത് ട്രെയിനിങ് എടുക്കാൻ പറ്റും. പക്ഷേ ഈ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞ് ഇവരെന്ത് ചെയ്യും, പിന്നെ H1Bക്ക് അപ്ലൈ ചെയ്യും ജോലിക്ക് വേണ്ടിയിട്ട്. ഏതെങ്കിലും കമ്പനി ഇവരെ സ്പോൺസർ ചെയ്യുന്ന വെച്ചാൽ, അതും ഈ പറഞ്ഞ മാതിരി 100-ഒരു 10-15% പേർക്ക് ഈ പ്രിവിലേജ് കിട്ടുള്ളൂ, H1B. അത് ഈ കൊല്ലം H1B വിസ അപ്ലൈ ചെയ്യുന്ന കമ്പനികൾ, ഇന്ത്യൻ ഇമിഗ്രൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന കമ്പനികൾ 35-40% കുറവെന്നാണ് കാണുന്നത് ലക്ഷക്കണക്കിന്. അതിൻ്റെ അർത്ഥം നിങ്ങൾ പഠിപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോക്കോളൂ, ഓവർ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യും. അത് വല്ലാത്തൊരു ഇതാണ്. പിന്നെ അവരൊരു ആപ്പ് ഉണ്ട് അവിടെ, ഒരു ഡിപ്പോർട്ടേഷൻ ആപ്പ്. അത് എംബാർക്കേഷൻ വരുമ്പോൾ തന്നെ ഡീപ്പോർട്ട് ചെയ്യും, നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫ് ഡീപ്പോർട്ട് എന്ന് പറയും. ആ ആപ്പിൽ പ്രസ് ചെയ്ത് നിങ്ങൾ 3-4 ദിവസം ടിക്കറ്റ് വാങ്ങിച്ച് നിങ്ങളവിടെ ഇറങ്ങണം. ഞാൻ ഇന്നലെ തന്നെ കണ്ടു, വേറെ ഒരു ഇന്ത്യൻ ഫാമിലി, അയാൾ പോയി ഒരു അമേരിക്കൻ സ്ത്രീയെ കല്യാണം കഴിച്ചു. ഇത് മാരേജ് ഓഫ് കൺവീനിയൻസ് എന്ന് പറയാം. എന്നാൽ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ച് അത് കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിയുമ്പോൾ ഡിവോഴ്സ് ചെയ്യും. പക്ഷെ അതാണ് ഒരു അഗ്രിമെന്റ്, ഒരു അറേഞ്ച്മെന്റ് മാതിരിയാണ്. അങ്ങനത്തെ ഒരാളെ പിടിച്ചു. പക്ഷെ അദ്ദേഹം കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇന്നലെ തന്നെ, ഈ ശനിയാഴ്ചക്കുള്ളിൽ, പോസിബിളി ഇന്നലെ രാത്രി തന്നെ US വിട്ടു പോകാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. ഈ നമ്മൾ അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് ആണ്, അമേരിക്ക അതാണ്, അമേരിക്ക എന്താ പറയുക ബൂർഷോ ആണെന്നൊക്കെ പറയാനൊന്നും, അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ കാര്യമാണ് അവർ നോക്കുന്നത്. നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കാനാണെങ്കിൽ പഠിക്കുക, ജോലി എടുക്കുകയാണെങ്കിൽ ജോലി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത പരിപാടികൾക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ച് പുറത്തേക്കാക്കും. ഇപ്പം തന്നെ അവിടെ കുറേ അഡ്വൈസറി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട്, ഇന്ത്യൻ സ്റ്റുഡൻറ്റ് നിങ്ങൾ അമേരിക്കയല്ല ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ നിയമങ്ങളെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളവിടെ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരാൻ വളരെ കഷ്ടമായി. സർ, ചുരുക്കി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ ആക്ടിവിസം അല്ലെ പല കാരണങ്ങളാൽ പഠിക്കാനോ ജോലി എടുക്കാനോ അല്ലാതെ കയറി പോകുന്നവർ ഈ ശരിയായ രീതിയിൽ പോകുന്നവർ കൂടി വലിയൊരു പ്രശ്നമാകുന്ന ഒരു സാഹചര്യമാണ്. ആണ്, ശരിയാണ്. പറഞ്ഞ മാതിരി എല്ലാവരും ഒരൊറ്റ ബക്കറ്റിലാണ് ഇവർ കൈൻഡ് ഓഫ് അനലൈസ് ചെയ്യുന്നത്. എല്ലാവരും അവിടെ വരുന്നത് ഇങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒരു 10-15% നമ്മുടെ അവിടെ നിന്ന് പോകുന്ന കുട്ടികൾ, സീരിയസ് ആയിട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികൾ, എസ്പെഷ്യലി IIT പോകുന്നവർ അവിടെ MSc ചെയ്യാൻ പോകും, ചിലർ PhD ചെയ്യാൻ പോകും, ചിലർ ബീച്ച് പിലാനി എന്നുള്ള കുറേ കുട്ടികളുണ്ട്. അവർ നല്ല നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവർ പോയി പഠിക്കാനാണ് അവിടെ പോകുന്നത്. അവർ സയൻറ്റിഫിക് ബെൻറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്, ടെമ്പർ ഉണ്ട്. അവർ പഠിക്കലാണ് അവരുടെ മെയിൻ. നമ്മൾ
ഇന്ന് വരെ IIT-യിൽ ഒരു ധർണയോ പ്രൊട്ടസ്റ്റോ നമ്മുടെ നാട്ടിലെ മാതിരി ജാഥ എടുക്കലോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനിസമോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ലീഡർഷിപ്പ് ഒന്നും നമ്മൾ IIT-യിൽ കാണില്ല. അവർ പഠിക്കലാണ് IIT-യിൽ. അതാണ് IIT നിൽക്കുന്നത്. നമ്മുടെ ബാക്കിയുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ബിച്ച് പിലാനി ആയാലും വേറെ വെല്ലൂർ VIT ആയാലും ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്ത കോളേജുകളാണ്. അപ്പം നമ്മുടെ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ പഠിക്കാൻ പോകുന്ന കുറേ പേരുണ്ട്. പക്ഷേ ഒരു ഓവറോൾ ജനറൽ ഇതെടുക്കുമ്പോൾ ഇവരെല്ലാവരും ഇതിന് വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് പറയുന്നത്. അതൊരു തെറ്റായ ഒരു കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഇത് കറക്റ്റ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. ബിക്കോസ് നമ്മുടെ ഇവിടെ ഉള്ള പേരൻസ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ സ്കൂൾ തൊട്ട് തന്നെ ഈ യൂണിയനും കലാപരിപാടികളൊക്കെ നിർത്തണം. ഇതിപ്പോൾ നിങ്ങളുടെ പഠിപ്പ് ബാധിക്കരുത്. ഇപ്പോഴല്ല, ഇതിനു മുമ്പ് ലക്ഷ്മിക്ക് ഓർമ്മയുണ്ട്, പണ്ട് 70-ലും 60-ലും 70-ലും EMS നമ്പൂതിരിപ്പാടിന്റെ ക്യാബിനറ്റ് വന്ന് കഴിഞ്ഞിട്ട് കേരളം ഒരു കമ്മ്യൂണിസത്തിന്റെ ഒരു ഹോട്ട് ബെഡായെന്ന് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് സെലക്ട് ആവുന്ന സിവിൽ സർവീസ് കാൻഡിഡേറ്റ്സ് അവർക്കൊരു സ്പെഷ്യൽ സ്ക്രീനിങ് ഉണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിങ്. വെസ്റ്റ് ബംഗാളും കേരളത്തിനും കൂടി. അതിൻ്റെ അർത്ഥം അവർ 6 മാസം സീനിയോറിറ്റി പോകും. അവർക്ക് IAS-നായാലും IFS-നായാലും IPS സെലക്ഷൻ കിട്ടിയാലും അവർക്ക് 6 മാസം അവരെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ടേ അവർ സിവിൽ സർവീസിൽ എടുക്കുള്ളൂ. ബിക്കോസ് ഇവരൊരു കമ്മ്യൂണിസ്റ്റ് നാടെന്നാണ് വരുന്നത്. അതേ പോളിസിയാണ് ഇപ്പോൾ US ഫോളോ ചെയ്യുന്നത്. അവർ പറഞ്ഞത് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ഒരു അനുഭാവിയാണോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് അനുഭാവിയാണോ, ഞങ്ങൾ US-ലേക്ക് കയറ്റില്ല, കം വാട്ട് മേ. അതാണ് അവരുടെ പോളിസി. ക്ലിയർ ആയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക് ടെററിസം ഇസ് ബിഗസ്റ്റ് ത്രെറ്റ്. ഇപ്പോൾ അതേ പോളിസിയാണ് ഇതേ യൂറോപ്പും ഫോളോ ചെയ്യാൻ പോകുന്നത്. പക്ഷേ UK കുറച്ചുകൂടി ലീനിയൻ്റ് ആണ്. പക്ഷേ ഇറ്റലിയും ജർമ്മനിയും കുറച്ച് സ്ട്രിക്റ്റ് ആയി തുടങ്ങി. ഫ്രാൻസ് കഴിഞ്ഞ ആഴ്ച ഒന്നും ഡിപ്പോർട്ടേഷൻ തുടങ്ങി കഴിഞ്ഞു. ഇനി ഇത് ഓരോരോ രാജ്യമായിട്ട് തുടങ്ങും. ഇത് നമ്മൾ നോക്കി ഓസ്ട്രേലിയയും കാനഡ മാത്രം ബാക്കി വെക്കാം. പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തും ഈ പോളിസിയാണ്. സർ, ഒറ്റ സംശയം കൂടി. ഈ രഞ്ജനി ശ്രീനിവാസനും പക്ഷെ ബദർ ഖാൻ സൂരിക്കും 2 നീതിയാണല്ലോ. രഞ്ജനി ശ്രീനിവാസൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. അവർ ആ പെട്ടിയും വലിച്ചുകൊണ്ട് എയർപോർട്ടിലൂടെ ഓടുന്ന ഒരു CCTV വിഷ്വലാണ് നമ്മുടെ മനസ്സിൽ പോകുന്നത്. ബദർ ഖാൻ സൂരിക്ക് പക്ഷേ കൃത്യമായി കോടതിയിൽ പോകാനൊക്കെ ഒരു ഇക്കോസിസ്റ്റം തന്നെ അയാളുടെ കൂടെ ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? ഒരാൾക്ക് ഗ്രീൻ കാർഡും ഒരാൾക്ക് ഗ്രീൻ കാർഡ് ഇല്ലാതെയും പോയി. അതാ പറ്റിപ്പോയി. ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് ഇവരുടെ വിചാരം ഇവര് അവിടെ സിറ്റിസൺ ആയിരുന്നു. അല്ല, ഗ്രീൻ കാർഡ് അല്ല. സൂര്യയുടെ കേസിൽ എന്ത് പറ്റുന്ന ഇദ്ദേഹത്തിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ഗ്രീൻ കാർഡ്. ശ്രീനിവാസൻ അത് ഉണ്ടായിരുന്നില്ല. അവര് സ്റ്റുഡന്റ് ആയിരുന്നു കൊളംബിയയിൽ. പക്ഷെ എനിക്ക് മനസ്സിലാത്തത് 37-ാമത്തെ വയസ്സിൽ സ്റ്റുഡന്റ് ആണ്. ആലോചിച്ചു. നമ്മളൊക്കെ 25-26 ആകുമ്പോൾ ജോലിയിൽ കയറുമ്പോൾ ഇത് ഈ JNU-ലെ അങ്കിള് ആന്റിമാരുണ്ട് കുറേ പേര് ഇന്ത്യയിൽ. 36-37 വയസ്സിലും ഇവർ PhD ചെയ്യാണ്. പിന്നെ എപ്പോഴാണ് ഇവർ ജോലി എടുക്കുക? അത് മനസ്സിലാവാത്തത്. അവർ ചിലപ്പോൾ ജോലി PhD ചെയ്യുന്ന സമയത്ത് അവിടെ പഠിപ്പിക്കുകയായിരിക്കും, ഒരു അസിസ്റ്റന്റ് പ്രൊഫസറോ അങ്ങനെ വലുതായിട്ട്. പക്ഷെ ഇവരൊക്കെയാണ് ഈ വോക്ക് കൾച്ചറിലുള്ള ആൾക്കാർ. എന്നിട്ടിപ്പോൾ ഈ സ്ത്രീ കാനഡയിൽ പോയിരുന്നിട്ട് കരയാണ്, എനിക്ക് ടെൻഷനാണ്, എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ല. നിങ്ങളിത് ചെയ്യുമ്പോൾ ഇതൊക്കെ ആലോചിക്കണേണ് എന്താ നിങ്ങൾ ചെയ്യണമെന്നുള്ളത്. ഈ പറഞ്ഞ മാതിരി നിങ്ങളൊരു കാലത്തിൽ കതറോട്ടിട്ട് ഇറങ്ങുകയല്ല നിങ്ങളുടെ പരിപാടി. സന്ദേശത്തിലെ മാതിരി കൊടിയും പിടിച്ച് അത് നിങ്ങളെ ബാധിക്കും. അത് സ്പെഷ്യലി കേരളം മാതിരിയുള്ള ഒരു സംസ്ഥാനത്ത്. ബിക്കോസ് നമ്മുടെ അവിടെ സ്റ്റുഡൻറ് ആക്ടിവിസം വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു ബാക്ക് ഫയറിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തെങ്കിലും പോകേണ്ടതാണ് പ്രോബ്ലം ഇല്ല. പക്ഷെ നിങ്ങൾക്ക് US-ലേക്ക് ഒരു ടൂറിസ്റ്റ് വിസ നിങ്ങൾക്ക് കിട്ടില്ല അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, ജർമ്മനിയിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തു. ജർമ്മനിയിൽ നിന്ന് വന്ന് റെഗുലർ വിസയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തു, ജർമ്മൻ സിറ്റിസൺ. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോഴാണ് അതിൽ കുറേ പാലസ്റ്റൈൻ്റെ ഫ്ലാഗും കുറേ ISIS-ൻ്റെ സപ്പോർട്ടായിട്ടുള്ള സ്ലോഗൻസ് ഒക്കെ. അദ്ദേഹം പറഞ്ഞ ആരോ എനിക്ക് അയച്ചു തന്നത് ഓട്ടോമാറ്റിക് എൻ്റെ ഫോണിൽ ഡൗൺലോഡായി. ഞാൻ പക്ഷെ അവർ സമ്മതിച്ചില്ല. അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ ജയിലിൽ കിടന്നു. പിന്നെ 36 മണിക്കൂറായി. എനിക്കൊന്നിപ്പോൾ അദ്ദേഹത്തെ തിരിച്ച് ജർമ്മനിക്ക് പറഞ്ഞയച്ചു. ഇതാണ് എല്ലാ ഇന്ത്യൻ സ്റ്റുഡൻസിനും കൂടെ ആകുമ്പോൾ, ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമല്ല, ഇന്ത്യൻ ടൂറിസ്റ്റ്. നമ്മളവിടുന്ന് പോകുമ്പോൾ, നമ്മൾ വെറുതെ ടൂറിസ്റ്റായിട്ട് പോകുമ്പോൾ തന്നെ വളരെ വളരെ കെയർഫുൾ ആയിരിക്കും. അമേരിക്കയിൽ നിന്നുള്ള കുറേ കൺസൾട്ടൻസി ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ അറിയാം, അവർ ക്ലിയർ ആയിട്ട് അഡ്വൈസ് ചെയ്യുന്നത് ബി വെരി 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 കെയർഫുൾ വെൻ കമ്മിങ് ടു US. നിങ്ങൾ ചിലപ്പോൾ എയർപോർട്ടിൽ വെച്ചാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യും. നിങ്ങളുടെ എല്ലാ റെക്കോർഡ് ക്ലീൻ ആണെങ്കിലും പക്ഷെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ, നിങ്ങൾ പണ്ട് 10 കൊല്ലം മുമ്പ് നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റിനെ അല്ലെങ്കിൽ അപ്പോഴത്തെ എന്തെങ്കിലും പ്രസിഡന്റ് ട്രംപിനുമായിട്ടുള്ള വേറെ അതിന് മുമ്പുണ്ടായിരുന്ന റിപ്പബ്ലിക്കൻസിനെ ചീത്ത പറയുക, അല്ലെങ്കിൽ അമേരിക്ക ചീത്ത പറയുക, ഒസാമ ബിൻ ലാദന് സിന്ദാബാദ് പറയുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്താലും നിങ്ങളുടെ അക്കൗണ്ട് ട്രേസ് ചെയ്തിട്ട് അവർ നിങ്ങളുടെ വീസ ഡിനൈ ചെയ്യും. ആ വീസ കിട്ടി നിങ്ങൾ ഏതെങ്കിലും അമേരിക്കൻ
എയർപോർട്ടിലോ അല്ലെങ്കിൽ പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ സ്റ്റുഡൻസിൻ്റെ അവർ വളരെ അവർ പഠിക്കാൻ പോവുക, നിങ്ങൾ കോളേജിൽ നിന്ന് നേരെ തിരിച്ച് നിങ്ങളുടെ സ്ഥലത്തേക്ക് വരിക, പഠിക്കുക, അത് കഴിഞ്ഞ് തിരിച്ചു വരിക. OPTക്ക് പോകണമെങ്കിൽ OPT ചെയ്യുക, അത് കഴിഞ്ഞ് H1B കിട്ടിയ നല്ല കാര്യം. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അവിടെ പോയിട്ട് കാര്യമില്ല. അതാണ് ഈ കാനഡയിലും ഓസ്ട്രേലിയയിലും നടക്കുന്ന ഒരു ട്രാജഡി. പക്ഷെ അവിടെ ഇപ്പോൾ തിരിച്ചടി വന്നു തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.